ഹായ് ഫണ്ട് ട്രേഡേഴ്സ്, എല്ലാവർക്കും ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ആറാം സ്ഥാനത്തുള്ള TX3 ഫണ്ടിങ്ങിനെ കുറിച്ചാണ്. ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒട്ടുമിക്ക പേരും TX3 ഫണ്ടിങ് എന്നുള്ള ഒരു പേര് നിങ്ങളാരും അധികം കേട്ടിട്ടുണ്ടാവില്ല. ഇവർ ഇതിനു മുമ്പ് ടോപ്പ് ടയർ എന്ന് പറയുന്ന ഒരു ഫേമിന്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അവരിപ്പോൾ ഫ്യൂച്ചേഴ്സിലും CFDയിലും കൂടി വന്നതിന് ശേഷം അവരുടെ പേര് അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. TX3 ഫണ്ടിങ് എന്നാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ സൈറ്റിൽ തന്നെ നമുക്കിവിടെ ഈ ഒരു ഓപ്ഷനിൽ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് FX എന്ന് പറഞ്ഞിട്ട് CFD എടുക്കാനും അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഒറ്റ വെബ്സൈറ്റിൽ തന്നെയാണ് അവരുടെ എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വരുന്നത്. അതിൽ തന്നെ നമ്മൾ നോക്കുന്നത് CFDയിൽ എന്തുകൊണ്ടാണ് ഇവർ ആറാം സ്ഥാനത്തേക്ക് വന്നത്, ഇവർ പേ ഔട്ട് കൊടുക്കുന്ന ഫേമാണോ, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു അക്കൗണ്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഓഫർ കാര്യങ്ങളുള്ളതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മെയിൻ ആയിട്ട് നോക്കുന്നത്. TX3 നമ്മൾ ഞാൻ പറഞ്ഞു നമ്മളൊരു FX ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ബാക്ക് എൻഡ് ആണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. അതിൽ തന്നെ അവർ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇവാലുവേഷൻ പ്രോസസ്സിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെല്ലാം, ഡെമോ അക്കൗണ്ട്, TX3 ഫണ്ടിനെ കുറിച്ചും, TX3 മാർക്കറ്റ് ഉണ്ട്. ഇവർക്കൊരു നമ്മുടെ ബ്രോക്കറും കൂടി ഉണ്ട്. TX3 മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ബ്രോക്കറും കൂടി ഉണ്ട്. ഫ്യൂച്ചർ മാത്രമല്ല, അവർക്ക് ബ്രോക്കിംഗ് ഫേമും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ പ്ലാൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫസ്റ്റ് ഫേസ്, മറ്റൊന്ന് സെക്കൻഡ് ഫേസ്, അതുപോലെ 2 ഫേസ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് ഉള്ളത്. നമുക്ക് ഇതിലൊരു ഇൻസ്റ്റന്റ് ഫണ്ട് ഇവർക്ക് നിലവിൽ ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യം ഫസ്റ്റ് ഫേസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ഫേസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് 5K വെച്ചിട്ട് വേണം നമുക്കൊന്ന് കമ്പാരിസൺ നടത്താൻ വിചാരിക്കുന്നത്. മിനിമം ട്രേഡിംഗ് ഡേയ്സ് ഫസ്റ്റ് ഫേസ് നമ്മൾ നോക്കുമ്പോൾ മിനിമം ട്രേഡിംഗ് ഡേയ്സ് 3 ദിവസം വേണം. ഈ മിനിമം ട്രേഡിംഗ് ഡേയ്സ് 3 ദിവസം വേണമെന്ന് പറയുമ്പോൾ മുഖ്യ ഫേംസിനെ എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. പുതുതായിട്ട് വരുന്ന കുറേ പേര് മെസ്സേജ് അയക്കും. 3 ദിവസത്തിനുള്ളിൽ നമ്മൾ ചലഞ്ച് പാസ്സാകണം എന്നുള്ള രീതിയിലാണ് എല്ലാവരും ആ ഒരു ഡൗട്ട് ഉന്നയിക്കുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല. നമ്മൾ ഈ ചലഞ്ചുകളെല്ലാം പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CFD ചലഞ്ചുകളെല്ലാം ഇപ്പോൾ അൺലിമിറ്റഡ് ആണ്. നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ പാസ്സായാൽ മതി. അങ്ങനെ ഒരു ടൈം പീരീഡ് ഇല്ല. പക്ഷെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു ഇൻആക്റ്റീവ് പീരീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയോ ഒക്കെ ട്രേഡ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് പോവാൻ സാധ്യതയുണ്ട്. ഈ അൺലിമിറ്റഡ് ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഇതിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കും. അതേപോലെ തന്നെ എല്ലാവരും വിചാരം ഈ മിനിമം ഡേയ്സ് 3 എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ വിൻ ചെയ്യണം എന്നുള്ള ഇതാണ് എല്ലാവരും വിചാരിക്കുക. അങ്ങനെയല്ല. നമുക്ക് 3 ദിവസം എങ്കിലും നമ്മൾ ട്രേഡ് ചെയ്തിരിക്കണം. നമ്മളിപ്പോൾ ചിലർ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചലഞ്ച് പാസ്സാക്കും. അങ്ങനെയല്ല അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 ദിവസം കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ട്രേഡുകൾ വേണം എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ആ മൂന്നാമത്തെ ദിവസം ആകുമ്പോഴാണ് നമുക്ക് ലൈവ് അക്കൗണ്ട് തരുള്ളൂ. അതുപോലെ തന്നെ മൂന്നാമത്തെ ദിവസം നമ്മളിപ്പോൾ ഓൾറെഡി നിങ്ങൾ ടാർഗറ്റിലൊക്കെ ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ദിവസത്തിന് വേണ്ടിയിട്ട് മെയിൻ ലോട്ട് ഇട്ടിട്ട് ബിഗ് ലോട്ട് ഇട്ടിട്ടൊന്നും ട്രേഡ് ചെയ്യേണ്ട. നിങ്ങളിപ്പോൾ ഈ പറയുന്ന ഫസ്റ്റ് ഫേസിൽ നിങ്ങൾക്ക് ഏകദേശം വരുന്നത് ടാർഗറ്റ് $400 വരുന്നെങ്കിൽ ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് ദിവസം കൊണ്ട് തന്നെ ഓൾറെഡി നിങ്ങൾ കൺസിസ്റ്റൻസി ഒന്നും CFDയിൽ അങ്ങനെ ഇല്ല. നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 400 ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ 2 ദിവസം കൂടി ട്രേഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ചെറിയ മിനിയിലോട്ട് ഇട്ടിട്ട് 0.001 ഒക്കെ ഇട്ടിട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നമുക്ക് ഇവരുടെ കമ്പാരിസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 5K ആണ് നമുക്ക് ജസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. മിനിമം ഡേയ്സ് 3 ആണ്. ലിവറേജ് 1:60 ഉള്ളൂ. ഫസ്റ്റ് ഫേസ് ആയതുകൊണ്ടാണ്. പക്ഷേ ഒട്ടുമിക്ക ഫേംസും ഫസ്റ്റ് ഫേസിന് 1:100 തന്നെ കൊടുക്കുന്ന കമ്പനികൾ ഓൾറെഡി അവൈലബിൾ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രോഫിറ്റ് ടാർഗറ്റിലേക്ക് വന്ന 80% ആണ് വരുന്നത്. മാക്സിമം ലോസ് വളരെ കുറവാണ്, 6% ഉള്ളൂ. മറ്റ് ഫേംസ് ഒക്കെ അതിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് ഇവർക്ക് ഈ ഒരു ചലഞ്ച് എടുക്കുമ്പോഴുള്ള ഒരു പ്രത്യേകത വെച്ചാൽ ആഡ് ഓൺ ഒത്തിരി ഉണ്ട്. ഈ കമ്പനിയുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് ആഡ് ഓൺ കുറെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ 1 ഫേസ് ചലഞ്ചിന് 59 ആണ് വരുന്നത്. മറ്റേ ആഡ് ഓൺ ഇപ്പോൾ നമ്മൾ ഡബിൾ ലിവറേജ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ഓൺ ഞാൻ ഓൺ ആക്കിയിട്ടാണ് $82 വരുന്നത്. നമുക്കത് ഓഫ് ചെയ്ത് നോക്കാം. അത് വേണ്ട. അതുപോലെ തന്നെ പ്രോഫിറ്റ് സ്പ്ലിറ്റ് നമുക്ക് 90-10 ആണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഓഫ് ചെയ്തിടുമ്പോൾ $59 ആണ്. ന്യൂസ് ട്രേഡിംഗ് നമ്മൾ ഓൾറെഡി ഓഫ് ആക്കിയിട്ടേക്കാണ്. നമ്മൾ ന്യൂസ് ട്രേഡിംഗ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ $67 മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ന്യൂസ് ട്രേഡിംഗ് ഒന്നും ഇല്ല. നോർമൽ ഒരു ഫേമിന്റെ ഫസ്റ്റ് ഫേസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ 59 പ്രൈസ് എന്ന് പറയുന്നത് എനിക്ക് അത്രയും വർത്തായിട്ട് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ലിവറേജ് വളരെ കുറവാണ്. ഇനി അവരെ സെക്കൻഡ് ഫേസ് ഫ്ലെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ടാർഗറ്റ് 10% ആണ് വരുന്നത്. 100K. അത് ഒട്ടുമിക്ക ഫേംസിന് നോർമലി അത് വരുന്നത്. സെക്കൻഡ് ഫേസിലേക്ക് 5%. മിനിമം ട്രേഡിംഗ് ഡേയ്സ്, മിനിമം പ്രോഫിറ്റബിൾ ഡേയ്സ് ഉണ്ട്. ഇത് ആകെ ഞാൻ അങ്ങനെ കണ്ടേക്കുന്നത് ഫയേഴ്സിനാണ് അങ്ങനെ കണ്ടേക്കുന്നത്. 0.50 വെച്ചിട്ട് 50 എന്ന് പറയുമ്പോൾ 50 5K അക്കൗണ്ട് ആകുമ്പോൾ ഒരു $50 എങ്കിലും $25 പ്രോഫിറ്റ് ആവേണ്ടതായിട്ട് വരും. അതേപോലെ ഡ്യൂറേഷൻ അൺലിമിറ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ അൺലിമിറ്റഡ് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇടയ്ക്ക് ഒരു ഇൻആക്റ്റീവ് പീരീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതും ശ്രദ്ധിക്കണം. ഇനി ഇവിടെ നമുക്ക് ഫസ്റ്റ് ഫേസിന്റെ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. നോർമലി എല്ലാവരും എടുക്കാറില്ല. 50Kയിലേക്ക് ഒന്ന് ഇട്ട് നോക്കാം. 50Kയിലേക്ക് വരുമ്പോൾ $348 വരുന്നത്. ഫണ്ട് നെക്സ്റ്റ് പോലും 320 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതും എന്താ പറയുക, സ്റ്റെല്ലറായിട്ട് നമുക്ക് കമ്മീഷനും കൂടി കിട്ടും, 50% കിട്ടും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഓവറായിട്ടുള്ള പ്രൈസാണ്. ഇനി ഇതെല്ലാം ഓഫ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡബിൾ ലിവറേജ് നമ്മൾ ഓഫ് ചെയ്തു.
ലിവറേജ് വേണമെന്നുണ്ടെങ്കിൽ $30 കൂടുതലാവുന്നുണ്ട്. സ്പ്ലിറ്റ് നമ്മൾ 90, ഇതൊക്കെ നോർമലി എല്ലാ കമ്പനികളും ഇപ്പോൾ കൊടുക്കുന്നത് 90 പ്രോഫിറ്റ് സ്പ്ലിറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ അത് ഓഫ് ചെയ്തപ്പോൾ 240. ന്യൂസ് ട്രേഡിംഗ് വേണ്ട, അത് ഓൾറെഡി നമ്മൾ ഓഫ് ചെയ്തിട്ടേക്കാണ്. വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ $40 എക്സ്ട്രാ കൊടുക്കും. അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇതെല്ലാം ഓഫ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് $249 വരുന്നത്. മറ്റു കമ്പനികളൊക്കെ 320, 340 കമ്പാരിസൺ നോർമലി ഒരു സ്റ്റാൻഡേർഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ 249 നല്ലൊരു പ്രൈസ് ആണ്. പക്ഷേ ഇവിടെ ലിവറേജ് വളരെ കുറയുന്നുണ്ട്. നമ്മൾ ആഡ് ഓൺസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്, ഓപ്ഷൻ വരുന്നുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി സെക്കൻഡ് ഫേസിന് ഇത് ഫ്ലെക്സ് എന്നാണ് ഈ ഒരു പ്ലാനിന്റെ പേര്. സെക്കൻഡ് ഫേസിലെ പ്രോ നമ്മൾ 50 ഇതിന് ഇട്ട് കഴിഞ്ഞാൽ മിനിമം ട്രേഡിംഗ് ഡേയ്സ് 4 ഡേയ്സ് വരുന്നുണ്ട്. ലിവറേജ് 1:100 ഉണ്ട്. നേരത്തെ ലിവറേജ് ശ്രദ്ധിച്ചില്ല, ലിവറേജ് അവരിവിടെ എഴുതിയിട്ടില്ല, നമുക്ക് നോക്കാം. അതേപോലെ തന്നെ സെക്കൻഡ് ഫേസ് പ്രോയിൽ ടാർഗറ്റ് 5 80%. ഇതൊരു സ്റ്റാൻഡേർഡ് പ്രൈസ് ആയിട്ടാണ്. ഈ സ്റ്റാൻഡേർഡ് പ്രൈസ് ആണെങ്കിലും ഇവിടെ നോക്കുമ്പോൾ നമ്മൾ എല്ലാ ആഡോട് കൂടി ആഡ് ചെയ്യുമ്പോൾ $933 വരുന്നുണ്ട്. ഇതൊരു എന്താ പറയാ, ഇൻസ്റ്റന്റ് ഫണ്ടിന് പോലും ഇത്രയും എമൗണ്ട് വരുന്നില്ല. അപ്പൊ നമുക്ക് ഇത് എന്തെല്ലാം ഓഫ് ചെയ്യുമ്പോഴാണ് മാറ്റം വരുന്നത് നോക്കാം. നോർമൽ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ $549. സോറി, ഞാൻ ഇവിടെ ഒരു മിസ്റ്റേക്ക് എനിക്ക് പറ്റി. ഞാൻ 50K വെച്ചിട്ടാണ് കമ്പയർ ചെയ്തത്. ഞാൻ സോറി 100K ആയിപ്പോയി ഞാൻ ചൂസ് ചെയ്തത്. നമ്മൾ 50Kയിലേക്ക് വരുമ്പോൾ 569 വരുന്നുണ്ട്. 569 50Kയുടെ 2 ഫേസ് പ്രോയിൽ വരുന്നുണ്ട്. 4 ഡേയ്സ് വരുന്നുണ്ട്. മിനിമം ട്രേഡിംഗ് ഡേയ്സ് ടാർഗറ്റ് 8% വരുന്നുള്ളൂ. ഓക്കെ, പ്രോഫിറ്റ് ടാർഗറ്റ് 5% വരുന്നത്. എല്ലാം സെയിം പോലെ തന്നെ. നോർമൽ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് വിത്തൗട്ട് ആഡ് ഓൺ ഉൾപ്പെടെ 335 വരുന്നുണ്ട്. ഇനി ഡബിൾ ലിവറേജ് നമുക്ക് വേണ്ട, അത് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ $519, $50 ഡിഫറൻസ് വരുന്നുണ്ട്. 569 ആയിരുന്നു, അത് നമ്മൾ ഓഫ് ചെയ്തിടുമ്പോൾ ലിവറേജ് നമുക്ക് കുറച്ച് മതിയെങ്കിൽ 519 വരുന്നു. പ്രോഫിറ്റ് സ്പ്ലിറ്റ് നമുക്ക് 90 വേണ്ട, ഓഫ് ചെയ്യുമ്പോൾ 435 വരുന്നു. ഇനി ന്യൂസ് ട്രേഡിംഗ് ഓഫ് ചെയ്തിട്ടേക്കാതെ ഇനി ഓൺ ചെയ്യുമ്പോൾ $50 ഡിഫറൻസ് ഉണ്ട്, നമുക്കത് വേണ്ട. ഇനി 8% ഹൈബ്രിഡ് പ്രോഫിറ്റ് ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ടാർഗറ്റ്. ഓക്കെ, നമുക്ക് ഇവിടെ ചിലപ്പോൾ കൂടുതലായിരിക്കും പ്രോഫിറ്റ് ടാർഗറ്റ്. ഇനി ആ ഹൈബ്രിഡ് 8% ഇത് നമുക്ക് വേണ്ട, ഓഫ് ചെയ്തിടാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രോഫിറ്റ് സ്പ്ലിറ്റ് പ്രോഫിറ്റ് ടാർഗറ്റ് 10% മാറാണ്. ഓക്കെ, 8% വരുമ്പോഴാണ് വ്യത്യാസം 368 നിന്ന് 435 മാറ്റം വരുന്നുണ്ട്. നമ്മൾ ഓഫ് ചെയ്തിട്ടാണ്. മിനിമം ട്രേഡിംഗ് ഡേയ്സ് വേണ്ട നോക്കുമ്പോൾ തന്നെ $40 ദിവസം, മിനിമം 4 ദിവസം വെറുതെ ഒന്ന് ട്രേഡ് ചെയ്തെന്ന് വെച്ചാൽ $40 3200 അധികം കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഇനി വീക്കെൻഡ് ട്രേഡിംഗ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വ്യത്യാസമുണ്ട്? $335, $33 ഡിഫറൻസ് ഉണ്ട്. ഇതെല്ലാം ഓഫ് ചെയ്ത് വരുമ്പോൾ ഏകദേശം വരുന്ന പ്രൈസ് 335 ഒരു സ്റ്റാൻഡേർഡ് പ്രൈസിലേക്ക് വരികയാണ്. ഇനി ഇവര് ഒന്നുകൂടി ഡീപ്പായിട്ട് ഇവരുടെ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്ലാനുകളെല്ലാം ഒരുമിച്ച് നമ്മൾ കമ്പാരിസൺ നടത്തുമ്പോൾ ഫ്ലെക്സ് ചലഞ്ച്, പ്രോ ചലഞ്ച്, 1 ഫേസ് ചലഞ്ച്. ഇതിൽ 2 ഫേസിൽ ഫണ്ടഡ് അക്കൗണ്ട് 1 ഫേസ് പ്രോഫിറ്റ് ടാർഗറ്റ് 10% ഫ്ലെക്സിൽ വരുന്നുണ്ട്. പ്രോ ചലഞ്ചിന് 10%, ഫസ്റ്റ് ഫേസിന്റെ വരുന്നതിൽ 8% ഉള്ളൂ. മിനിമം ട്രേഡിംഗ് ഡേയ്സ് എല്ലാത്തിലും 3 ഡേയ്സ് ആണ്. പ്രോ ചലഞ്ചിലാണ് 4 ഡേയ്സ് വിത്ത് ആഡ് ഓൺ ഓപ്ഷൻ ഉണ്ട്. ഇവർ ഏറ്റവും കൂടുതൽ ആഡ് ഓൺ ആണ് ഒരു ഇമ്പോർട്ടൻസ് ആണ്. പ്രോഫിറ്റ് ക്യാപ്പ് ഇത് ഞാൻ അങ്ങനെ മറ്റ് CFD ഫേംസിൽ അങ്ങനെ കണ്ടിട്ടില്ല. 2% ഫണ്ടഡ് ഫേം ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ക്യാപ്പ് 50,000 നിന്നും 1000 ആയതിനു ശേഷമായിരിക്കും വിഡ്രോവൽ നടക്കുള്ളൂ. ന്യൂസ് ട്രേഡിംഗ് ഓൺലി വിത്ത് ആഡ് ഓണിലാണ് ന്യൂസ് ട്രേഡിംഗ് ഉള്ളത്. വീക്കെൻഡ് ഹോൾഡിംഗ് അലൗഡ് ആണ്. അതിൽ ഈ പറയുന്ന പ്രോ ചലഞ്ചിലേക്ക് വരുമ്പോൾ നമ്മൾ ആഡ് ഓണിൽ ആഡ് ചെയ്ത് വരും. ലിവറേജ് 1:50 ഉള്ളൂ. ആഡ് ഓൺ ആണെന്നുണ്ടെങ്കിൽ 1:100 കിട്ടും. പിന്നെ ഇവരെ പേ ഔട്ട് സ്ട്രക്ചർ, പേ ഔട്ട് 10 days ആഫ്റ്റർ ഫസ്റ്റ് ട്രേഡ്, സബ്സിക്വന്റ് എവറി 5 days മിനിമം 5 ദിവസം മിനിമം 2% എടുക്കേണ്ടതുണ്ട്. ഓൺ ഡിമാൻഡ് പേ ഔട്ട് ആണ്, മിനിമം 2% വേണം. ഫസ്റ്റ് പേ ഔട്ട് ഫസ്റ്റ് ഫേസിൽ ഫസ്റ്റ് പേ ഔട്ട് 3 days ആഫ്റ്റർ ഫസ്റ്റ് ട്രേഡ്, 3-ാമത്തെ ദിവസം കിട്ടുള്ളൂ. പ്രോഫിറ്റ് സ്പ്ലിറ്റ് 80% ആണ്. കൺസിസ്റ്റൻസി റൂൾ നോട്ട് ഇല്ല, 40%. ഇവിടെ ഈ പറയുന്ന പ്ലാൻ പ്രോ ചലഞ്ചിന് കൺസിസ്റ്റൻസി ഉണ്ട്, 40% ഉണ്ട്. അതല്ല ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്ന പ്ലാനിലുള്ളവർ എടുക്കുന്നവർക്ക് 30% ഉണ്ട്. അക്കൗണ്ട് മെർജിങ് നോട്ട് അലൗഡ്, അക്കൗണ്ട് മെർജിങ് അലൗഡ് അല്ല, 60K വരെ ഉള്ളൂ. റീസെറ്റ് എലിജിബിലിറ്റി നോട്ട് അവൈലബിൾ ടയർ 1 ഫെയിലർ വിത്തിൻ 24 റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ പ്ലാൻ ഉണ്ട്, പ്രോ ചലഞ്ചിനുണ്ട്. വിച്ച് ചലഞ്ച് ഷുഡ് ബി ചൂസ്? ഫ്ലെക്സ് ചലഞ്ച് ബെസ്റ്റ് ഫോർ വാണ്ട് ഫ്ലെക്സിബിലിറ്റി ആൻഡ് പ്രോ ചലഞ്ച് ബെസ്റ്റ് പ്രിഫർ സ്ട്രക്ചർ പ്രോഗ്രസ് വിത്ത് കൺസിസ്റ്റൻസി ബെസ്റ്റ്. കൺസിസ്റ്റൻസി പേ ഔട്ട് ഉദ്ദേശിക്കുന്ന പ്രോ ചലഞ്ച് ആണ് ബെറ്റർ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇവരുടെ മറ്റു കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പോയാൽ പേ ഔട്ടിലേക്ക് ജസ്റ്റ് നോക്കാം. പേ ഔട്ട് റിക്വസ്റ്റ് എങ്ങനെയാണ് അതിന്റെ പരിപാടി എന്നൊക്കെ. ഫസ്റ്റ്
payout is 10 days after the from payout timing and after your first trade. 10 ദിവസം കഴിഞ്ഞിട്ടാണ്. മിനിമം പ്രോഫിറ്റ് 2% വേണം. മെത്തേഡ് BTC ന്റെ USDT ERC ന്റെ റൈസ് ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല. അപ്ഡേറ്റിംഗ് യുവർ പേ ഔട്ട് അഡ്രസ് റീജിയൻ നമുക്ക് അലൗഡ് അല്ലാത്ത റീജിയനെ കുറിച്ചാണ്. റൈസ് ഇല്ലാത്ത കുറച്ച് രാജ്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിന് റൈസ് അലൗഡ് അല്ലാത്ത കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ട്രേഡിംഗ് പോളിസീസ്, ട്രേഡിംഗ് റെസ്ട്രിക്ഷൻസ് നമ്മൾ ആദ്യം തന്നെ നോക്കാം. ഗ്രിഡ് ട്രേഡിംഗ് അലൗഡ് അല്ല, ടിക് സ്കാൽപ്പിംഗ് അലൗഡ് അല്ല, സിഗ്നൽ കോപ്പി ട്രേഡിംഗ് അലൗഡ് അല്ല, ഹൈ ഫ്രീക്വൻസി ഒട്ടും ഇതല്ല. പ്രാക്ടീസ് കണ്ടന്റ് കൺട്രോളിംഗ്, ട്രേഡിംഗ് കണ്ടീഷൻ, കോസ്റ്റ്, കമ്മീഷൻ ഫീസിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ന്യൂസ് ട്രേഡിംഗ് ഫസ്റ്റ് ഫേസിൽ ഓൺലി ആഡ് ഓൺ ഉണ്ട്. ഇവർ കംപ്ലീറ്റ് ആഡ് ഓൺ ആൾക്കാരാണ്. നമുക്ക് ഇതിനകത്ത് നിന്ന് ഞാൻ ഇവരുടെ എന്താ പറയുക, ടോപ്പ് ടയർ ആയിരുന്ന സമയത്ത് നല്ല രീതിയിൽ പേ ഔട്ട് കൊടുത്തിരുന്ന കമ്പനി തന്നെയായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ലിവറേജ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ലിവറേജിൽ നിന്ന് ട്രേഡ് ചെയ്യുന്നവർക്ക് പേ ഔട്ട് കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത. TX3 ഞാനൊരു ഏകദേശം ഒരു $1000 TX3 ഫ്യൂച്ചേഴ്സിൽ നിന്നും ഒരു $1000 പേ ഔട്ട് എടുത്തിരുന്നു. പേ ഔട്ട് എനിക്കൊരു 48 ഹവറിനുള്ളിൽ തന്നെ പേ ഔട്ട് കാര്യങ്ങളെല്ലാം അപ്പോൾ തന്നെ അപ്ഡേറ്റ് ആക്കി കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പേ ഔട്ടിൽ ഇവർ അത്രയും പ്രശ്നക്കാരായിട്ടുള്ള ഒരു ഫേം അല്ല. പക്ഷേ ഈ ആഡ് ഓൺ കുറേ ഉള്ളതുകൊണ്ട് പ്രൈസ് ഓവർ പ്രൈസ് ആയിട്ട് തന്നെ തോന്നുന്നത്. അതേപോലെ തന്നെ ഓഫറുകൾ, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഡിസ്കൗണ്ട് ഗ്രൂപ്പിൽ പോയി ചോദിച്ചു ഓഫർ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിലവിൽ അവർക്ക് ഓഫർ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഇത്രയും ലിവറേജ് ഒക്കെ കുറഞ്ഞ ഒരു കമ്പനി എടുത്തിട്ട് ട്രേഡ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ് എനിക്കൊരു സംശയമായിട്ട് വരുന്നത്. ഇനി ഇവരുടെ കുറേ കംപ്ലൈൻറ്റ്സ് ബാക്കിലേക്ക് നോക്കുമ്പോൾ ഒട്ടുമിക്ക ഇതിലും വരുന്നത് ലിവറേജിനെ കുറിച്ചിട്ടാണ് കംപ്ലൈൻറ്റ് വരുന്നത്. ലൈവ് അക്കൗണ്ട് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അനാവശ്യമായിട്ടുള്ള എന്തോ ഒരു ന്യൂസ് ട്രേഡിനെ കുറിച്ച് അറിയാതെ ട്രേഡ് ചെയ്തതിനെ കുറിച്ചൊക്കെ കുറേ ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. KYC റിജക്റ്റൻസ് അങ്ങനെ കുറേ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു റിവ്യൂ 3.9 വന്നിട്ടുള്ളൂ. ടോപ്പ് ടയർ TX3 വന്നതിന് ശേഷമുള്ള റിവ്യൂ ആയിരിക്കണം വന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു കമ്പനി ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്പനി നിങ്ങൾ ഇത്രയും ഓവർ പ്രൈസ്ഡ് രീതിയിൽ ഇത് വാങ്ങിച്ച് നമ്മൾ എടുത്ത് ട്രേഡ് ചെയ്യേണ്ടതുണ്ടോ എന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ഫേംസ് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഏതെങ്കിലും ഓഫറും കാര്യങ്ങളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതേപോലെ തന്നെ ഇവർ പേ ഔട്ട് റിജക്ഷൻ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഫേമിന് ഇതിലേക്ക് എടുത്തത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു TX3 കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.